മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സംരക്ഷണത്തിന്റെ കരം നിങ്ങളുടെ മേൽ ഉയർന്നു നിൽക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 25-ാം തിരുവചനത്തിലൂടെ ഈശോനാഥൻ പഠിപ്പിക്കുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം തീർന്നു എന്ന് തോന്നുന്ന ഒരവസ്ഥയുണ്ട്. ഇനി മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല, അങ്ങനെ തോന്നുന്ന ചില അവസ്ഥകളുണ്ട്. പരാജയത്തിന്റെ പടുകുഴിയില്, കടബാധ്യതകളുടെ പടുകുഴിയില്, ഇല്ലായ്മകളുടെ പടുകുഴിയില്, രോഗത്തിന്റെ അങ്ങേയറ്റത്ത്, തകർച്ചകളുടെ അങ്ങേയറ്റത്ത് കിടക്കുന്ന ചില അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഈ പ്രാർത്ഥനയ്ക്കൊന്നും ഒരു അനുഗ്രഹവും കിട്ടുന്നില്ല എന്ന് നമുക്ക് തോന്നുന്ന ചില അവസ്ഥകളുണ്ടാവാം. തകർച്ചകളുടെ ആഴം. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ ചില ബന്ധനങ്ങള്, മക്കളുടെ ജീവിതത്തില്, ഭർത്താവിന്റെ ജീവിതത്തിൽ, ഭാര്യയുടെ ജീവിതത്തിൽ, മാതാപിതാക്കളുടെ ജീവിതത്തിൽ ചില ബന്ധനങ്ങൾ, കെട്ടുകളും തകർച്ചയാ പല കുടുംബങ്ങളിലും പല വ്യക്തികളുടെ ജീവിതത്തിൽ. ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നിരാശരാകും. ഈശോനാഥൻ വചനത്തിലൂടെ പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. തീർന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ നിന്റെ ജീവിതത്തെ ഉയർത്താനായിട്ട് കഴിവുള്ളവനാണ് കർത്താവെന്നാണ് തിരുവചനം പഠിപ്പിക്കുക. കർത്താവിൽ നീ വിശ്വസിക്കുക, അവിടുന്ന് നിന്റെ ജീവിതത്തെ ഉയർത്തുക തന്നെ ചെയ്യും. നിനക്ക് തോന്നുന്നുണ്ടാവാം നിന്റെ ജീവിതം തീർന്നുവെന്ന്, പക്ഷേ ആ തീർന്നു എന്ന് നീ വിചാരിക്കുന്ന നിമിഷത്തിൽ നിന്ന് നിന്റെ ജീവിതത്തെ ഏറ്റവും ഉയർത്താനായിട്ട് കർത്താവ് ഈശോ മിശിഹായ്ക്ക് സാധിക്കും. ഇതാണ് നീ വിശ്വസിക്കേണ്ടത്. നീ വിശ്വസിക്കേണ്ട കാര്യം ഇതാ, എന്റെ ജീവിതം അങ്ങേയറ്റത്ത് കിടക്കുവാണ്, ഏറ്റവും താഴ്ചയിൽ കിടക്കുവാണെങ്കിലും ആ ജീവിതത്തെ ഏറ്റവും മുകളിലേക്ക് ഉയർത്താനായിട്ട് എന്റെ കർത്താവിന് സാധിക്കുമെന്നാണ് നീ വിശ്വസിക്കേണ്ടത്. ഈ വിശ്വാസം നിനക്കുണ്ടോ? ജീവിതത്തിന്റെ പ്രതിസന്ധികളില്, ജീവിതത്തിന്റെ വേദനകളില്, ജീവിതത്തിന്റെ ഇല്ലായ്മകളില്, ജീവിതത്തിന്റെ ഭാരങ്ങളിൽ ഈ വിശ്വാസം നിന്റെ ഹൃദയത്തിൽ ഉണ്ടോ എന്ന് നീ പരിശോധിച്ചു നോക്കണം. ഈ വിശ്വാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മലയോട് മാറി കടലിൽ പോയി വീഴാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണിരിക്കും. കാരണം അത്ര ആഴത്തിലുള്ള വിശ്വാസം ഈശോ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും ആഴത്തിലുള്ള വിശ്വാസം നിന്നിൽ ഉണ്ടാവണം. കരങ്ങളെ യാചനയോടെ പിടിക്കാം. ജീവിതത്തിന്റെ തകർച്ചയുടെ നിമിഷങ്ങളിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പരിശോധിച്ചു നോക്കിക്കേ. നിരാശപ്പെട്ടിരിക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, നിരാശപ്പെടണ്ട. വിശ്വാസത്തെ മുറുകെ പിടിക്കുക. എന്റെ കർത്താവിനൊന്നും അസാധ്യമല്ല. ഈ വിശ്വാസത്തിൽ നിന്റെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളെ മുഴുവനും ഈശോയ്ക്ക് കൊടുത്ത് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. വിശ്വാസത്തിൽ ഇവരെ വളർത്തണമേ, വിശ്വാസം ആഴപ്പെടുത്തണമേ. കർത്താവെ, ഇവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക ശക്തിയുള്ള പ്രവർത്തനങ്ങളും ദുരാത്മശക്തിയുള്ള പ്രവർത്തനങ്ങളും ഇവരിൽ നിന്ന് ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. കർത്താവെ, ഇവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഇവരുടെ വഴികളിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അധ്വാനങ്ങളിലും പഠനങ്ങളിലും യാത്രകളിലും ഇവരെ സഹായിക്കണമേ. കർത്താവെ, ഇവരെ സംരക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.